ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ഇന്നിവിടെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ഷൂട്ട് ചെയ്യാൻ പോണത് കേട്ടോ. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താണ് എനിക്ക് വർക്കുള്ള ഒരു ദിവസം ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ മാക്സിമം ഈ വീഡിയോയിൽ കാണിക്കാൻ നോക്കാം കേട്ടോ. സോ ഇത് രാവിലെ ഞാൻ തന്നെ എണീച്ചിട്ട് നമ്മൾ പല്ല് നല്ലപോലെ ബ്രഷ് ചെയ്യുകയാണ്. ഇന്ന് ആക്ച്വലി ഇവിടെ മൺഡേ ആണ്. അപ്പോൾ എനിക്ക് മൺഡേ ടു ഫ്രൈഡേ ജോലി ഉള്ളതെന്ന് പറയുന്നത് 9 to 5 ആണ്. ഞാൻ പണ്ടൊക്കെ 8 to 4 ആയിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം കറൻ്റ്ലി എൻ്റെ വർക്കിംഗ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ 9 to 5 ആണ്. സോ നമ്മൾക്ക് വേഗം തന്നെ മേക്കപ്പും സ്കിൻ കെയറും ചെയ്തിട്ട് ജോലിക്ക് പോകാൻ നോക്കാം കേട്ടോ. ഞാൻ വലിയതായിട്ട് അങ്ങനെ സ്കിൻ കെയർ ചെയ്യില്ല ജോലിക്ക് പോകുമ്പം. സോ ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ ചെയ്തു, ഞാനെല്ലാം റെഡി ആയിട്ടുണ്ട് പോകാൻ. എനിക്ക് അത്രയ്ക്ക് ഇന്ന് രാവിലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് സമയം വളരെ കുറച്ചേ ഉള്ളായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത്. പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നല്ലപോലെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇന്ന് രാവിലെ എണീച്ചു, ജിമ്മിൽ പോയി, പിന്നെ മേക്കപ്പ് ചെയ്തു, ഡ്രസ്സ് ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞ് ഇവിടുന്ന് ജോലിയിലോട്ടൊരു 10 മിനിറ്റ് എടുക്കാറുള്ളൂ ബസ്സിന്. പക്ഷെ ഇന്ന് ശരിക്കും മഴയാണ്. ഞാൻ കാണിച്ചതിനും കണ്ടില്ലേ, ഭയങ്കര മഴയായിട്ട് ഭയങ്കര ഒരു രസമില്ല വെളി കാണാൻ. പക്ഷെ എന്തായാലും നമ്മൾക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾക്ക് പോകാം. എൻ്റെ ഒരു ഞാനിപ്പോൾ ഇവിടെ ബ്രേക്കിന് ഇരിക്കുകയാണ്. കേൾക്കാവും ഞാൻ പറയണം? ഓക്കെ, ഞാനിപ്പോൾ ബ്രേക്കിന് ഇവിടെ ഇരിക്കുകയാണ്. എനിക്ക് ഒരു 10-20 മിനിറ്റാണ് ബ്രേക്ക്. ഇന്ന് ഞാൻ ജോലിക്ക് വന്നിട്ട് ഇവിടെ ആരും അങ്ങനെ വലിയതായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല, ബിക്കോസ് ഇന്ന് മൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് ഇവിടെ ഇന്ന് ആരും വർക്ക് ചെയ്യണില്ല വലിയതായിട്ട്. സോ ഞാനിപ്പോൾ ബ്രേക്കിന് ഇവിടെ ഇരിക്കുകയാണ്. 10-20 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് മേളിൽ കയറി പോകണം. എനിക്കറിയില്ല എത്രമാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇന്ന്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ഇന്ന് നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ബിക്കോസ് എനിക്ക് അകത്ത് മേലിൽ കയറിപ്പോയാൽ, എൻ്റെ ഫ്ലോറിൽ കയറിപ്പോയാൽ എനിക്ക് അത്രയും അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ അത് അങ്ങനെ പറ്റില്ല ഫുൾ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണ്. പൂച്ചക്കുട്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കണ്ടപ്പോൾ തന്നെ അവൻ ചാടി വന്നു കേട്ടോ. എന്നെ കണ്ടപ്പോൾ തന്നെ ആൾ ചാടി വരികയായിരുന്നു. ഐ തിങ്ക് ഹി മിസ്ഡ് മീ എ ലോട്ട്, ബിക്കോസ് ആക്ച്വലി 8 hours, ഞാൻ പറയുമല്ലോ എനിക്ക് 8 hour ഷിഫ്റ്റാണ്. സോ 8 hour ഷിഫ്റ്റിൽ ഞാൻ രാവിലെ പോയിട്ട് ഇത്രയും നേരം വരുന്നിടം വരെ ഇവൻ ഇവിടെ തന്നെയാണല്ലോ. സോ ആ സമയം അവൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. സോ ആക്ച്വലി ടുഡേ വാസ് എ സക്സസ്ഫുൾ ഡേ. ബട്ട് ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എനിക്ക് കുറച്ച് ഫ്യൂ റെസിഡൻസ് മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് ടേക്ക് കെയർ ചെയ്യാൻ. സോ ദാറ്റ് വാസ് ആക്ച്വലി നോട്ട് ദാറ്റ് ബാഡ്. നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പൂച്ചയ്ക്ക് വെള്ളവും ഫുഡും ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ വർക്ക് കുറച്ചും കൂടി ചെയ്യാനുണ്ട്, അതിവിടെ ചെയ്യുക. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ലൈക്ക് ടീ ഓർ കോഫി അത് കുടിക്കാം. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാം. ഇപ്പം ജോലി കഴിഞ്ഞ് നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നിൽക്കുകയാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞാൻ പോയിട്ട് ഇപ്പോഴാണ് വീട്ടിൽ വന്നത്. സോ ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. ബിക്കോസ് ഇന്ന് ഭയങ്കര ചൂടാണ്. ഇന്ന് ഹീറ്റ് വേവ് ഉള്ള ദിവസമാണ്. ഹീറ്റ് വേവ് എന്ന് വെച്ചാൽ ഭയങ്കര ചൂട് ഉള്ള ദിവസം. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ബട്ട് നമ്മൾ വെതർ ചെക്ക് ചെയ്യുമ്പോൾ ഒരു 23-24 degrees അത്രയേ കാണിക്കത്തുള്ളൂ. ബട്ട് സ്റ്റിൽ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്. നമ്മൾക്ക് ഹീറ്റ് ഭയങ്കരമായിട്ട് തോന്നും. എന്നെ ഇവിടെ ഒരാൾ ഇട്ട് ശല്യപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് എടുക്കാൻ വേണ്ടി.
ഞാൻ കുളിയൊക്കെ പാസ്സാക്കി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് കുറച്ച് ക്ലീനിങ് ചെയ്യാനുണ്ട്. ഞാൻ രാവിലെ ജോലിക്ക് പോയപ്പോൾ വലിയതായിട്ട് ക്ലീൻ ചെയ്തിട്ടല്ലേ പോയേ. ബിക്കോസ് മിക്ക ദിവസം എണീച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ക്ലീൻ ചെയ്യാൻ സമയം കിട്ടാറേയില്ല. അപ്പം എനിക്ക് കുറച്ച് ക്ലീനിങ് ചെയ്യാനുണ്ട് ഇന്ന്. നമ്മൾക്കത് കുറച്ച് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഒരു ചായ എടുക്കുന്നുണ്ട്. ഞാൻ രാവിലെയും വൈകിട്ടും ഒരു ചായ പതിവാണ്. എനിക്ക് ചായ ഇല്ലാണ്ട് പറ്റത്തേയില്ല. ജോലിക്ക് പോകുമ്പോഴും ചായ കുടിക്കണം, അതുപോലെ തന്നെ ജോലിയിൽ നിന്ന് വന്ന് കഴിയുമ്പോഴും ചായ കുടിക്കണം. ഞാൻ ഈ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുമായിരുന്നു എന്തെങ്കിലും ഫുഡ് അവിടെ കഴിക്കാനുണ്ടോയെന്ന്. പക്ഷെ ഞാൻ 2-3 ദിവസമായി ഇങ്ങനെ ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് 2-3 ദിവസമായി അങ്ങോട്ട് ഫുഡൊന്നും ഇല്ലായിരുന്നു. സോ നമ്മൾക്ക് ഇനി നാളെ രാവിലെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തേലും ഗ്രോസറി വല്ലതും മേടിച്ചുകൊണ്ട് വരണം. സാധാരണ ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ടാണ് ജിമ്മിൽ പോണത്. സോ ഞാൻ സാധാരണ ചായ കുടിക്കും, അതുപോലെ തന്നെ എന്തെങ്കിലും ഫുഡ്, എന്തെങ്കിലും നമ്മൾക്ക് ടോസ്റ്റോ അല്ലെങ്കിൽ പ്രോട്ടീൻ ഷേക്കോ ഇതെന്തെങ്കിലും കുടിച്ചിട്ടാണ് ഞാൻ ജിമ്മിൽ പോണത്. പക്ഷെ ഇന്ന് ഞാൻ പോണില്ല കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നിന്നപ്പോഴാണ് നമ്മളുടെ വെളിയിൽ ഞാൻ നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ക്ലൈമറ്റ് ഇപ്പോൾ വിൻ്റർ മാറി സമ്മർ ആയിട്ടുണ്ട്. അപ്പോൾ സമ്മർ ടൈമിൽ നല്ല രസമാണ് ഇങ്ങനെ ബാൽക്കണിയിലൊക്കെ പോയിട്ട് നിൽക്കാൻ. എൻ്റെ പഴയ വീട്ടിൽ സത്യം പറഞ്ഞാൽ ബാൽക്കണി ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഓർക്കായിരുന്നു, ഇങ്ങനെ ബാൽക്കണി ഉള്ളൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടിയാൽ നല്ലതായിരിക്കുമെന്ന്. അതുപോലെ തന്നെ എൻ്റെ മനസ്സിനാണെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് മേലോട്ട് കണ്ണ് നട്ട് ഇങ്ങനെ ചുമ്മാ നിൽക്കുകയാണ്. നല്ല രസമാണ് ഇങ്ങനെ വന്ന് നമ്മൾക്ക് വെളിയിൽ കുറച്ച് നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കാൻ വളരെ രസമാണ്. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. എല്ലാ ദിവസവും പല പല മൂഡിലായിരിക്കുമല്ലോ. അപ്പം എന്തോ കാരണത്താൽ ഇന്ന് എനിക്ക് നല്ലൊരു മൂഡായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ വെളിയിൽ വന്ന് നിൽക്കുന്നത്. കുറച്ച് നേരം വെളിയിലൊക്കെ നിന്നു. ഇനി നമുക്ക് അകത്ത് കയറി പോവാം. ഇന്നിപ്പം കുറേ ആയിട്ട് വർക്കൊന്നും ചെയ്യാനില്ല. ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് സാധാരണ ഞാൻ ഇങ്ങനെ നമ്മൾ ഫുഡ് തലേദിവസം കഴിക്കുമല്ലോ. തലേദിവസം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്കിങ്ങനെ ഡിഷ് വാഷറുണ്ട്, അതിൽ വെച്ചിട്ട് ഞാൻ ജോലിക്ക് കിടന്നുറങ്ങിയിട്ടാണ് അതിൽ വെച്ചിട്ടാണ് ജോലിക്ക് പോണത്. പക്ഷേ ഇന്നലെ എനിക്കെന്തോ അതിനൊരു മൂഡില്ലായിരുന്നു. അപ്പം ഞാൻ പ്ലേറ്റൊക്കെ നമ്മുടെ സിങ്കിലിട്ടിട്ടാണ് പോണത്. നമുക്കിനി അതൊക്കെ ഒന്ന് കുറച്ച് കഴുകി വെക്കണം. പിന്നെ ഡിന്നർ ഉണ്ടാക്കണം. അപ്പോൾ ഡിന്നർ ഉണ്ടാക്കാൻ ഞാൻ ഇന്ന് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കനില്ലേ, അത് ചിക്കൻ കുറച്ചെടുത്തിട്ട് കുറച്ച് എയർ ഫ്രയറിൽ മസാലയൊക്കെ പെട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഉണ്ടാക്കണം. ആ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഭയങ്കര ടയേർഡാകും. അപ്പോൾ തന്നെ നമ്മൾക്ക് വലിയതായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യണ സംഭവങ്ങളൊന്നും ഞാനിങ്ങനെ നോക്കാറില്ല. കുറച്ച് സമയം കൊണ്ട് ഈസി ആയിട്ട് എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ ആണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കാൻ ചിക്കൻ ആണല്ലോ, നമുക്കതുണ്ടാക്കാം. പിന്നെ കുറേ പേര് എന്നോട് ഇങ്ങനെ കമൻസിലൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യണതെന്ന്. സോ ഞാനൊരു കെയർ ഹോമിലാണ് വർക്ക് ചെയ്യണത്. അവിടെ ഞാൻ ഡയറക്റ്റ് കെയർ കൊടുക്കണ ജോലിയല്ല, പക്ഷേ ഇങ്ങനെ റിക്രിയേഷൻ എന്ന് പറയും, നമ്മളവിടുത്തെ റെസിഡൻസിനെ വെളിയിൽ കൊണ്ടുപോവുക, അവരുടെ കൂടെ ഇങ്ങനെ ഗെയിം കളിക്കുക, അവരുടെ കൂടെ കാർഡ് കളിക്കുക, അങ്ങനത്തെ ജോലിയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ജസ്റ്റ് കുറച്ച് ഡിഷസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. ബിക്കോസ് ഞാൻ രാവിലെ ഇന്ന് പോയപ്പം അങ്ങനെ എനിക്ക് വലിയതായിട്ട് ഞാൻ പറഞ്ഞു, രാവിലെ പോകുമ്പോൾ ഞാനിവിടെ ഒരു ഷടപടയെന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഒരു സമയവും കിട്ടില്ല, ഒന്നും ചെയ്യാനൊരു സമയം സാധാരണ എനിക്ക് കിട്ടാറില്ല സാധാരണ രാവിലെ എണീച്ച് പോകുമ്പോൾ. സോ ഞാൻ രാവിലെ പോയപ്പോൾ കുറച്ച് ചിക്കൻ ഇങ്ങനെ ഫ്രീസറിൽ നിന്ന് ഡീഫ്രോസ് ആക്കാൻ ഇട്ടിരുന്നു നമ്മൾക്കപ്പം. ഇതാണ് ഞാൻ ഡിന്നറിന് കുക്ക് ചെയ്യാൻ പോണത്. ഇത് ജസ്റ്റ് എനിക്ക് എയർ ഫ്രയർ ഉണ്ട്, അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് മസാല പെരട്ടിയിട്ട് നമ്മൾക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഡിന്നറിന് ഉണ്ടാക്കാം. ഞാൻ സാധാരണ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ സ്കിൻ ഉണ്ടല്ലോ, അതും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്നത്. ബട്ട് ടുഡേ ഐ ഫീൽ ലൈക്ക് ഞാൻ സ്കിന്ന് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് എടുക്കും ഇന്ന്. ബിക്കോസ് സ്കിൻ കഴിക്കണം അത്ര നല്ലതല്ലല്ലോ. സോ ഞാൻ ഇത് ഫുള്ളിൻ്റെ എടുക്കാൻ പോവുകയാണ് നമ്മൾക്ക് എയർ ഫ്രൈ ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനിത് ഫുള്ള് ചെയ്തില്ലെങ്കിൽ
നാളെയും കൂടെ നമുക്കിത് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഇന്ന് ഇത് ഫുള്ള് ചെയ്യുവാണെങ്കിൽ ഇന്നത്തെ കാര്യം തീരും. ഇന്നത്തേക്കും നാളത്തേക്കും നമ്മൾക്ക് കഴിക്കാൻ ചിക്കൻ ഉണ്ടാകാം. ഞാൻ പോയിട്ട് ഇത് പീൽ ചെയ്യട്ടെ ചിക്കൻ്റെ സ്കിന്ന്. സോ ചിക്കൻ നമ്മൾ ഫുള്ള് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ട് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മളുടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം, ഈ വലിയൊരു പാത്രത്തിൽ. ഇനി ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഇട്ടിട്ട് ഞാൻ ഒന്ന് തിളപ്പിക്കാൻ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒരു 5 or 2 minutes ഞാൻ വെക്കും. അപ്പോൾ നമുക്കത് ചെയ്യാം. സോ ഇത് അയോഡൈസ്ഡ് സീ സോൾട്ട് ആണ്. നമുക്ക് ഇതിനകത്തോട്ട് ഈ ചിക്കൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ബിക്കോസ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ജേംസ് ഒക്കെ പോകുമെന്നാണ് പറയുന്നത്. സോ നമുക്ക് അങ്ങനെ ഇതിട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് കുറച്ച് കൂടുതൽ മഞ്ഞളിനേക്കാൾ ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ പൊടികളൊക്കെ നല്ല ഈ ടിന്നിൽ ആക്കി എപ്പോഴും വെക്കും, ബിക്കോസ് അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ. ബിക്കോസ് റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇതെല്ലാം ഫുൾ വൈറ്റ് കബേർഡാണ്, ഇതെല്ലാം വൈറ്റ് ആണ് ഇതിൻ്റെ ഈ അപ്പാർട്ട്മെൻറ്റിലുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ പൊടികളെല്ലാം ഇങ്ങനെ പാക്കറ്റിൽ ഇട്ട് വെക്കുമ്പോൾ നമ്മൾ പൊടികൾ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി ഇത് ഈ കബോർഡിലെല്ലാം ആയിട്ട് ഭയങ്കര ഒരു സുഖമില്ലല്ലോ കാണാൻ. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഇങ്ങനൊരു ബോക്സിലാണ് ഇട്ട് വെക്കുന്നത്. നമുക്കിനി കുറച്ച് ചൂടുവെള്ളം കൂടെ ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഇത് വളരെയധികം ഈസിയാണ്. ഇങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് എയർ ഫ്രയറിലോട്ട് ഒരു 10-15 minutes വെച്ചാൽ മതി. ഇതാകുമ്പോൾ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണ്ട ഇതായോ ഇല്ലയോ എന്ന്. ജസ്റ്റ് നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾക്ക്. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒരു ജസ്റ്റ് ചില്ലി പൗഡർ ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് എനിക്ക് ചിക്കൻ ഒബ്വിയസ്ലി സ്പൈസ് ഇല്ലാണ്ട് ഐ കാൺ, സോ ഞാൻ നല്ലപോലെ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കും. ദെൻ ഐ എം ഗോണ യൂസ് സം ടർമറിക്. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ബിക്കോസ് നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്ത് ക്ലീൻ ആക്കി പിന്നെ ഇട്ട് കൊടുത്തല്ലോ, അതുകൊണ്ട്. ദെൻ സം ഗരം മസാല. ഫോർ ഗരം മസാല ഞാൻ ഒരു ഹാഫ് ഇത്രയുമേ എടുക്കണുള്ളൂ, ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ കൂടുതൽ എടുക്കണില്ല. അതങ്ങോട്ട് ആഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വി ഗോണ യൂസ് അവർ ഡാർക്ക് സോയി സോസ്. ട്രസ്റ്റ് മീ, ദിസ് ഇസ് എ ഗെയിം ചേഞ്ചർ. നിങ്ങൾ ചിക്കൻ ഉണ്ടെങ്കിൽ സോയാ സോസ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കാം. യൂഷ്വലി ഞാൻ സോയാ സോസും അതുപോലെ തന്നെ നമുക്ക് യോഗർട്ട്, എന്ത് യോഗർട്ടാണെങ്കിലും കുഴപ്പമില്ല, അതും കൂടി യൂസ് ചെയ്യുമായിരുന്നു. ബട്ട് സിൻസ് വി ഡോണ്ട് ഹാവ് യോഗർട്ട്, only gonna use this. നല്ല മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 minute ആയി കാണും. നമുക്ക് ഇനി ഇത് എടുത്ത് നമ്മളുടെ എയർ ഫ്രയറിലോട്ട് വെക്കാം. ഇപ്പം എൻ്റെ ലോണ്ട്രി റൂമിൽ വന്നിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ലോണ്ട്രി ചെയ്യണം. സോ അങ്ങനെ നമ്മൾ ലോണ്ട്രി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മുറിക്കകത്ത് വന്നപ്പോഴാണ് അതേ അടുത്ത പൈൽ ഓഫ് ക്ലോത്ത്സ് കിടക്കണം. എന്തായാലും തുടങ്ങിയല്ലേ,
അപ്പം ഫിനിഷ് ചെയ്തേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ രാവിലെ സാധാരണ ബെഡ് മേക്ക് ചെയ്തിട്ടാണ് പോണത്. പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര ഒരു ഹറി ബെറിയിൽ പോയതുകൊണ്ട് എനിക്കതിനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ബെഡൊക്കെ ഒന്ന് മേക്ക് ചെയ്യണത്. നമുക്ക് ഇന്നത്തേക്കുള്ള മെയിൻ പരിപാടികളെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ലോണ്ട്രി ഇട്ടു. പിന്നെ എനിക്കിനി കുറച്ച് ഗാർബേജസ് ഉണ്ട് ഇവിടെ, അതുകൊണ്ട് കളയണം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾക്ക് എല്ലാം ഇങ്ങനെ വേർതിരിച്ചിടാൻ പറ്റും. ഗാർബേജസ് ഇങ്ങനെ പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ ഈ ഓർഗാനിക് വേസ്റ്റ്, ഇതെല്ലാം നമ്മൾക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇടാൻ പറ്റും കേട്ടോ ഇവിടെ. അപ്പം ഞാൻ അങ്ങനെ ക്ലീനൊക്കെ ചെയ്ത് കളഞ്ഞിട്ട് അതേ ഗാർബേജ് കളയാൻ താഴോട്ട് പോവുകയാണ്. അപ്പം എൻ്റെ ഇവിടെ നിന്ന് വെച്ചാൽ നമ്മൾക്ക് ബേസ്മെൻറ്റിൽ പോയിട്ട് ബോക്സസ് കാണും, അതിലാണ് നമ്മൾ ഗാർബേജ് കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, അതിന് വേണ്ടി ഇങ്ങനെ താഴോട്ട് പോകും. കണ്ടോ, ഇതാണ് ഗാർബേജ് കളയുന്ന സ്ഥലം. ഇവിടെ സാധാരണ കാറുകളൊക്കെ, ഇതാണ് ഗാർബേജ് കളയുന്ന സ്ഥലം. നമുക്ക് തിരിച്ച് കയറി പോവാം. ഇനി ഗാർബേജൊക്കെ കളഞ്ഞു, നമ്മൾക്ക് മേലിൽ കയറി പോവാം. നമ്മുടെ ലിഫ്റ്റ് വന്നു, നമുക്കിനി മേളിലോട്ട് കയറിപ്പോവാം. 1 എനിക്ക് സാധാരണ എപ്പോഴും ഇങ്ങനെ തെറ്റിപ്പോകാറുണ്ട് ഏതിതാണ് ഞാൻ പോകുമ്പോഴേ, ഏത് ഫ്ലോറാണ് അണ്ണാന്ന് തോന്നുന്നു. സക്സസ്, ഗാർബേജ് കളഞ്ഞു. അങ്ങനെ ഗാർബേജൊക്കെ കളഞ്ഞിട്ട് വന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു കേട്ടോ. ഞാൻ ജോലിയിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഒരു ചായ മാത്രമാണ് ഞാൻ കുടിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് വന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളുടെ ചെറിയില്ലേ, അതുകൊണ്ടൊരു ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ. ഇതൊന്നും ഇല്ല, ഇതൊരു പ്രോട്ടീൻ ചെറി മിക്സ് അങ്ങനെ വിളിക്കാം. ഇത് ഞാൻ എവിടെയോ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ കണ്ടിട്ട് ഉണ്ടാക്കിയാണ്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം നമ്മൾക്ക് ആകെ പണ്ട് ഇതിൽ വേണ്ടത് കുറച്ച് ചെറി എടുക്കുക, അതിൻ്റെ കൂടെ കുറച്ച് പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളുടെ പീനട്ട് ബട്ടർ ഉണ്ടല്ലോ, പീനട്ട് ബട്ടർ കുറച്ച് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സോൾട്ട്, ഞാനിവിടെ സീ സോൾട്ടാണ് ഉപയോഗിക്കുന്നത്, പിന്നെ കുറച്ച് സിനമൺ. ഇത്രയും നമ്മൾ ഈ ഒരു നമ്മളുടെ ബോളിലിട്ടിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും മതി കേട്ടോ. അത് വെച്ചിട്ട് നല്ലപോലെ മുഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ ഡെസേർട്ട് റെഡിയാകും. ഡെസേർട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇത് നിങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. സാധനത്ത് ഞാനിപ്പോൾ എൻ്റെ ഡിന്നറാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഡിന്നറിന് സ്പെഷ്യലായിട്ട് ഞാനൊരു പരിപ്പാറി ഉണ്ടാക്കിയായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അത്. അതും കുറച്ച് ചോറും പിന്നെ എന്തായിരുന്നു, നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്യാൻ വെച്ചില്ലേ, അതുകൂടായിരുന്നു ഇന്ന് ഡിന്നറിന് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നല്ലപോലെ വയറ് ഫില്ലായിട്ട് ഇരിക്കുകയാണ്. സോ എന്തായാലും ഞാൻ ഈ വീഡിയോ വെച്ച് നീട്ടണില്ല, ഇത്രയേ എന്നുള്ള വീഡിയോ. സോ ഞാൻ ഹോപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടണത്. സോ നിങ്ങൾക്ക് ഇത്ര വീഡിയോ ഇനിയും ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇനി ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഗുഡ് നൈറ്റ്. I will see you all in my next video. Bye bye.